ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് നമ്മൾ ഒരു അടദോശയായിട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള സാധനങ്ങളാണ് ഞാൻ ഈ നിരത്തിപ്പെറുക്കി വെച്ചേക്കുന്നത്. അതിന് ഏറ്റവും കൂടുതൽ അളവിൽ വേണ്ടത് പച്ചരിയാണ്. പച്ചരിയേക്കാൾ താഴ്ന്ന അളവിൽ ഉഴുന്നിനേക്കാളും താഴ്ന്ന അളവിൽ സാമ്പാർ പരിപ്പിനേക്കാളും താഴ്ന്ന അളവിൽ പൊട്ടുകടല, ഇങ്ങനെയാണ് എടുത്തേക്കുന്നത്. പൊട്ടുകടല ഓപ്ഷണൽ, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ബാക്കി സാധനങ്ങളില്ലാത്ത വീടൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന സാധനങ്ങളാണേ. പിന്നെ വറ്റൽമുളകും ബാക്കി ആ കുതിർത്താൻ എടുക്കുന്ന സാധനങ്ങളുടെ കൂടെ നമ്മളത് കുതിർത്തെടുക്കണം. ബാക്കി ആ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ നമ്മൾ 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ കുതിർത്തെടുക്കണം. ഞാനിവിടെ 2 മണിക്കൂറാണ് കുതിർക്കാറുള്ളത്. ഏറ്റവും കൂടിയ അളവ് പച്ചരിയാണ്. പിന്നെ അതിനേക്കാൾ ഇച്ചിരി കൂടെ താഴ്ന്ന അളവിലാണ് ഞാൻ മനസ്സിലാകാൻ വേണ്ടി ഞാൻ ചില്ല് ഗ്ലാസ്സിൽ എടുത്ത് വെച്ചേക്കുന്നത്. ഈ കുറഞ്ഞ അളവിൽ. പിന്നെ ഇത് കുതിർന്നൊക്കെ കഴിഞ്ഞ് അരയ്ക്കുമ്പോൾ അരയ്ക്കേണ്ട സാധനങ്ങളാണ് കേട്ടോ. കരിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി, ചുമന്നുള്ളി, പച്ചമുളക് ഒരെണ്ണം. ഇപ്പോൾ ചുമന്നുള്ളി